നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. രണ്ട് കാര്യം ആമുഖമായിട്ട് സൂചിപ്പിച്ച വിഷയത്തിൽ കിടക്കാം. ഒന്ന്, ഇത് രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിലും സമുദായത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ സൂചിപ്പിക്കും. അതൊന്നും മറ്റൊന്നുമില്ല. ഇപ്പോൾ ഒരു പരിധിവരെ മാറിക്കഴിഞ്ഞ വിഷയമാണെങ്കിലും പറയാണ്. അതായത് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തി. അത് അബ്ദുള്ള സാറ് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. രണ്ട് കാര്യമുള്ളൂ. അത് മമ്മൂട്ടി അറിഞ്ഞാണ്, മമ്മൂട്ടി പറഞ്ഞു ചെയ്താണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, വിശ്വാസം തെറ്റാണ്. അല്ലെങ്കിൽ ഓക്കെ, ആർക്ക് വേണ്ടി ഏത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അത് സ്വമേധമായി ചെയ്യുന്നതാണ്. അത് വ്യത്യാസം മാത്രമുള്ളൂ. മറ്റിപ്പോൾ ഈ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ രണ്ടാമത് കല്യാണം, ആ പെണ്ണിന് രണ്ടാമത് കെട്ടിയാണ്, ഈ റിയാസ് രണ്ടാമത് കെട്ടിയാണ്. അതൊന്നൊരു കുഴപ്പമില്ല. അതായത് അങ്ങനെ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷന് വിവാഹം മുസ്ലിങ്ങൾ കഴിക്കണമെങ്കിൽ മതപരിവർത്തനത്തിൽ ഒരു വിഷയം, ഒരു ഇത്തിക്ക്, അതായത് ഒരു പ്രതിജ്ഞ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക ആചാരപ്രകാരം നിക്കാഹ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വേണം. അല്ലാതെ വിവാഹം കഴിക്കാൻ ജീവിക്കാൻ തടസ്സമൊന്നുമില്ല, ആർക്കും വരാൻ പറ്റില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പുരുഷനോ ആ സ്ത്രീയോ ഉൾക്കൊള്ളുന്ന ഇടവക അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിൽ ചോദിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, മുഹമ്മദ് റിയാസ് എങ്ങനെ വിവാഹം കഴിച്ചു പണ്ട് ഒരാൾ പറയുമ്പോൾ എന്തൊരു കോലാഹലമുണ്ട്, എങ്ങനെ വിവാഹം കഴിച്ചു ആദ്യം ചോദിക്കാൻ അവർ അവകാശമാണ്. പക്ഷെ അദ്ദേഹം ഒരു ഇടവക അല്ലെങ്കിൽ മഹല്ലിൽ മെമ്പറാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏതൊരു അമ്പലത്തിൽ പോയി അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചത് തികച്ചും അനിസ്ലാമികമാണ്. ഞങ്ങൾ വീണ്ടും പറയാണ്, മുഹമ്മദ് റിയാസ് ഏത് സ്ത്രീയായിട്ട് വിവാഹം ജീവിക്കാൻ യാതൊരു തടസ്സമില്ല. ഇവിടെ അനുവദനീയമാണ്, നിയമമുണ്ട്, അത് ചോദ്യം ചെയ്യാനും പറ്റില്ല. പക്ഷെ അദ്ദേഹം ഒരു മുസ്ലിം മഹലിലെ ഒരു മെമ്പറാണ് എങ്കിൽ സ്വന്തം ഭാര്യ പഴയ മതത്തിൽപ്പെട്ട ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് തികച്ചും അനിസ്ലാമികമാണ്. ഇക്കാര്യം മുഹമ്മദ് റിയാസിൻ്റെ ഇടവക അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി അന്വേഷിക്കണം, നടപടി എടുക്കണം, അതിൻ്റെ വിവരം അറിയണം. ഞങ്ങൾ വീണ്ടും പറയുന്നത്, മുഹമ്മദ് റിയാസിന് ഏതൊരു സ്ത്രീ വിവാഹം കഴിച്ച് ജീവിക്കാൻ ഒരു തടസ്സമില്ല. നിയമപരമായിട്ട് ഭൗതിക കോടതി ഒരു തടസ്സമില്ല. പക്ഷേ അദ്ദേഹം ഒരു ഇടവക അല്ലെങ്കിൽ മഹലിൽപ്പെട്ട അംഗമാണെങ്കിൽ ആ അംഗത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ നിർവഹിക്കണം. അങ്ങനെ ഒരു ഇടവക ഒരു മഹല്ല് കമ്മിറ്റിയിൽ മെമ്പറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിൽ ഭാര്യ അന്യമത ഒരു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് തികച്ചും അനിസ്ലാമികമാണ്. നടപടി എടുത്തേ തീരൂ. അതാണ് നിയമോശം. അതിൽ യുക്തിവാദികളും മറ്റേ കുബുദ്ധികളും അബ്ദുള്ള സാഹിബിനോട് പറഞ്ഞ പോലെ ധിക്കാരപരമായിട്ടൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ ഉരുളക്ക് ഉപ്പേരികൾ പറയും. വിശ്വാസമാണ്, വിശ്വാസം ചോദ്യം പാടുള്ളതാണ് നിങ്ങളെല്ലാം പറയുന്നത്. അത് ആ ഇടവക അന്വേഷിക്കണം. മറ്റൊരു വെള്ളാപ്പള്ളി നടേശനെ, ഞാൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചും പിന്നെ PC ജോർജിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞാണ്. എങ്കിലും ആധുനിക യുഗത്തിൽ അല്ലെങ്കിൽ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കണം എന്താ കാര്യം അറിയോ, 2% ഈ കോൺഗ്രസും നെറികെട്ട് കോൺഗ്രസും നേതാക്കളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അങ്ങനെ തന്നെ പറയുന്നത്, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ വാദിക്കുന്നു, അതൊരു സംശയമില്ല. പക്ഷെ എങ്കിൽ നെറികേട് കാണിച്ച് മനസ്സിലാക്കട്ടെ. 2% ക്രിസ്ത്യാനിയുള്ള ഒരു മണ്ഡലത്തിൽ, ഒരു ജില്ലയിൽ തികച്ചും ഒരു ജോയി എന്ന ക്രിസ്ത്യാനിയെ ഇവിടെ DCC പ്രസിഡന്റാക്കിയപ്പോഴേ ഒരു വിരോധമില്ല അവർക്ക്. ആരും ഒന്നും പറഞ്ഞില്ല. ഒരു വെള്ളാപ്പള്ളി നെറികെട്ടവരും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷേ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയിൽ ഒരു മുസ്ലിമിനെ DCC പ്രസിഡന്റ്, അപ്പോൾ എറണാകുളത്ത് ഒരു മുസ്ലിം അല്ലേ DC പ്രസിഡന്റ്, അതൊക്കെ അപൂർവ കേസല്ലേ. ഇടുക്കിയിലോ കോട്ടയത്തോ പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ
അല്ലെങ്കിൽ ആലപ്പുഴ ചിലപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ജില്ലയിൽ ഒരു മുസ്ലിം DC പ്രസിഡന്റ് ആക്കിയുണ്ടോ? ഇനിയൊക്കെ പോട്ടെ, ഒരു പോലീസ് ഓഫീസർ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ അവിടെ ഒരു ക്രിസ്ത്യാനി അയക്കണം, അവിടെ എന്തോ എഴുതപ്പെട്ട നിയമമാണ്. പക്ഷെ മലപ്പുറത്ത് വയ്ക്കുമ്പോൾ അവിടെ നോൺ മുസ്ലിം ആയിരിക്കണം, അതുകൊണ്ട് എഴുതപ്പെടാൻ നിയമം പോലെയാണ്. ഇതൊക്കെ എന്ത് നീതിയാണ്? ഒരു കാര്യം പറയാം, ഇവിടെ സംഘപരിവാറും മോഡിജിയും പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞത് എല്ലാ ആക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞല്ലേ, എല്ലാ ശക്തിക്കാനും മറുശക്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെയെല്ലാം നിരന്തരമായിട്ട് ഒരു സമുദായത്തെ നശിപ്പിക്കാനും പിന്നെ എതിർക്കാനും കൊച്ചാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കുന്നു അത്ര ഉയരത്തിൽ പോകുമ്പോൾ ഇതെല്ലാം മറു ചോദ്യവും മറുശക്തി മറുപത്തെ ഉണ്ടായതൊരു കാലികമാണ്. അത് കാലത്തിൻ്റെ നീതിയാണ്. മനസ്സിലായില്ല, അത് കാലത്തിൻ്റെ നീതിയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ വന്നപ്പോൾ ശ്വാസം വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ വരുമ്പോൾ അവിടെ അമ്പലങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു മുസ്ലിം പറയാണ് എനിക്കൂടി ശ്വാസം വിട്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ, കേരളത്തിലെ അവസ്ഥ ഉണ്ടോ? ഇപ്പം മേഘ എന്ന് പറഞ്ഞ ഒരു IPL ജോലിയുള്ള പെൺകുട്ടി അത് ഹിന്ദു തന്നെയായിരുന്നു. കാമുകന് ഇത്രയെല്ലാം നീചമായി പ്രവർത്തിച്ചിട്ട് എത്ര ചർച്ചയുണ്ട്, ചർച്ചയുണ്ട്. ഇത് വേറൊരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു പത്രങ്ങളിലെ ചർച്ചയൊക്കെ? ഇത് ഞങ്ങൾക്ക് കണ്ടും കേട്ട് മടുത്തുന്നേ, അത്ര മടുത്തു. യാതൊരു ന്യായീകമില്ലാത്ത പ്രവൃത്തി. ഇന്ന് എൻ്റെ പത്രസമ്മേളനം നടത്തി. അതായത് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ മുന്നണിപ്പെടാത്ത 3 മുന്നണിയാണ് ഇപ്പോൾ പ്രബലമായിട്ടാണ് കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളത്. അതിൽപ്പെടാത്ത 4ാമത് ഒരു മുന്നണി ഉണ്ടാക്കി ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസ് എന്ന് പേരിട്ട് അത് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ്. അത് ദേശീയ പ്രവൃത്തിയുണ്ട്. അതിന് കേരള ഘടകം രൂപീകരിച്ചതിൻ്റെ പത്രസമ്മേളനമായിരുന്നു. ഒരു കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. ആ പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ കണക്ക് പറഞ്ഞ അവസാനം പത്രക്കാർ മുമ്പിൽ 3/4 മണിക്കൂർ വളരെ വ്യക്തമായിട്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാം ശാന്തമായിട്ട് ഇരുന്ന് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു പോയി. ഇത് എന്നേക്കാളൊക്കെ പ്രബുദ്ധരായ പാരമ്പര്യവും തഴക്കമുള്ള സീനിയർ പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഇന്ന് 2 MLA-മാരൊക്കെ ഉണ്ടായത് ഉൾപ്പെടെ എല്ലാ പത്രക്കാരുണ്ട്. അവരെല്ലാം ഇരുന്നിട്ട് മുഖത്ത് വിരൽ വെച്ചു പോയി. എന്താ സംഗതി? ഇപ്പം കേട്ടോളൂ. കേരളത്തിലെ വോട്ടിൻ്റെ പാറ്റേൺ അതൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഈ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നതിൽ എന്ത് സത്യമെന്ന് അറിയണ്ടേ? PC ജോർജ് പറഞ്ഞാൽ എന്ത് സത്യമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? കാരണം ഏതൊരു കുറ്റവാളിക്ക് എന്നെ എന്തിനു ശിക്ഷിക്കുന്നു എന്നുള്ളത് ചോദിക്കാൻ അവകാശമുണ്ട്. അത് മൗലിക അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണത്. അതൊക്കെ ഉള്ളോട് പറയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം എൻ്റെ സംഭാഷണം കേൾക്കുന്നത്. പത്രക്കാർ കേട്ട കാര്യം ഒന്നുകൂടെ ആവർത്തിക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 23% കേരളത്തിൽ ഈ ഒരു വിഭാഗം. ലേറ്റസ്റ്റ് കണക്ക്. ഇവിടെ സെൻസ് എടുത്തിട്ട് 10-18 വർഷമായി. പക്ഷേ സംഘപരിവാറെ പോലെ ചില സംഘങ്ങളൊക്കെ ലിസ്റ്റ് അവരുടെ കണക്ക് 23%. ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് പത്രക്കാരോട് പറഞ്ഞ അതേ ഭാഷ പറയണം. 25% ഉള്ളതിൽ അപ്പോൾ ഈഴവരെ കുറിച്ച് മന്നത്ത് പത്മനാഭൻജി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് നശിച്ച മാപ്പിള ക്രിസ്ത്യാനും പെടും, മുസ്ലിം പെടും, പിഴച്ച നായരും ജനിച്ച ചോനും കമ്മ്യൂണിസ്റ്റാകുന്നു. ഞാൻ ഒരിക്കലും വാക്ക് പറയാം. നശിച്ച മാപ്പിള എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിൻ്റെ മുസ്ലിമുണ്ട് പെടും. ഞാൻ പരസ്പരം കൊണ്ട് ഞങ്ങളുടെ ഇവിടെ പൗലോസപ്പള മരക്കരാപ്പള പറയാറുണ്ട്. പിന്നെ പിഴച്ച നായരും പിന്നുള്ള ജനിച്ച ചോരും. അത് ചോരായിട്ട് ജനിച്ചവൻ കമ്മ്യൂണിസ്റ്റാന്ന് മന്നത്ത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ NSSൻ്റെ സ്ഥാപക നേതാവ് പറഞ്ഞത്. അതുപോലെ 23% വരുന്ന ഈഴ് വിഭാഗത്തിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷൻ വരെ 70 മുതൽ 75 വരെ ആയിരുന്നു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അത് 75 മുതൽ 80 വരെയായി. ഇത് LDFിലെ സപ്പോർട്ട് ചെയ്ത് ഈഴവൻ്റെ കാര്യം വന്നത്. ഇത് 3ാമതും കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി സാധ്യത അറിയുന്നതുകൊണ്ട് ഈഴ് വിഭാഗത്തിൽ 90 വരെയും ആർക്ക് വോട്ട് ചെയ്യും? LDFിന് വോട്ട് ചെയ്യും. 90% വരും. ബാക്കി കൊട്ടിഘോഷിച്ച് നടക്കുന്ന 10%, അതായത് ആകെയുള്ളതിൻ്റെ 100ൽ 25-27 4 അത് 10%. ബാക്കിയുള്ളത്. ആ 10%-ൽ ഏതാണ്ട് 5% BJP, ബാക്കി 5% കോൺഗ്രസ് പോകും.
അപ്പോൾ ഏതാണ്ട് 7 വിഭാഗത്തിൽ നിന്ന് മലയാളത്തിൽ പറഞ്ഞ 100 വോട്ട് ചെയ്താൽ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്. 3 ലക്ഷം രൂപയുടെ വിലയുള്ള ഷൂസൊക്കെ ഇട്ട് VD സതീശനൊക്കെ കേൾക്കാൻ വേണ്ടിയാ. ഈ സതീശൻ നേരിട്ട് കേട്ടില്ലെങ്കിൽ അത് കേൾക്കുന്ന കോൺഗ്രസ്സിൽ പറയാൻ വേണ്ടിയാ. 3 ലക്ഷം രൂപയാണ് എന്നിട്ട് ഷൂസിന് വില പറഞ്ഞു. ആയിക്കോട്ടെ, എന്താ ഒരു പ്രതിപക്ഷ നേതാവിന് 3 ലക്ഷം രൂപ ഷൂസ് ഇടാൻ പാടില്ലേ? അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് 30,000 വിലയുള്ള ബാഗ് ഉപയോഗിക്കാൻ പാടില്ലേ? അതൊക്കെ അഴിമതിയാണ്. അതൊക്കെ അത് വിട്ടുകളയാ. പക്ഷെ അങ്ങനെ സതീശനൊക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ 100 വോട്ട് ചെയ്താൽ ഒരു വോട്ടാണ് ഈ ഒരു വിഭാഗത്തിൽ UDF കിട്ടുന്നത്. കണക്കുകളാണ്, ഞഞ്ഞ പറയരുത്. ഇനി നായർ സമുദായം എടുക്കാം. 9% കേരളത്തിൽ. ആദ്യം 11 കിട, ഇപ്പോൾ കുറഞ്ഞു പോയി. ആ പ്രസംഗിക്കാൻ തയ്യാറില്ലല്ലോ. 9%, 9%. അതിൽ ഈ വരുന്ന ഇലക്ഷനിൽ, അസംബ്ലി ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ പറയുന്നില്ല, അസംബ്ലി ഇലക്ഷനിൽ ഇത് 7% സംഘപരിവാർ അല്ലെങ്കിൽ BJP പോകും. അതിൻ്റെ കാരണം മന്നത്തിൻ്റെ NSSൻ്റെ ആൾ ഉൾപ്പെടെ വെള്ളാപ്പള്ളി ചെറിയ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഏതാണ്ട് കുറച്ച് അങ്ങോട്ട് ചായവുണ്ട്. ആ ചായ വെച്ച് പോയാൽ 9%-ൽ 7% സംഘപരിവാർ വോട്ട് ചെയ്യും നായർ വിഭാഗത്തിൽ. ബാക്കി അപ്പോഴും കിട്ടുക 2. ഒരു നായരാണ് കോൺഗ്രസിന്, ഒരു നായരാണ് കമ്മ്യൂണിസ്റ്റ് കിട്ടുന്നത്. ആ ഒരു നായർ കമ്മ്യൂണിസ്റ്റ് കിട്ടിയാണ് 12 മന്ത്രിയൊക്കെ വെച്ചത്. അതാണ് 7 പേര് പിണങ്ങാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ. ഇനി ആരുണ്ട്? ക്രിസ്ത്യൻ സമുദായം. നിങ്ങൾ കണക്കുകൾ പഠിക്കണം. വെറുതെ പാരമ്പര്യമായി മാനകരെ പുറത്തിരുന്ന തഴമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കണക്ക് വസ്തുനിഷ്ഠമായിട്ട് UDF പഠിക്കണം, LDF പഠിക്കണം. BJP പഠിക്കുന്നുണ്ട്. BJP കുറ്റമല്ല, അവർ കണക്ക് പഠിക്കുന്നുണ്ട്, കണക്കൊന്നുമില്ല. അപ്പോൾ ക്രിസ്ത്യൻ സമുദായം 16% പറയുന്നത്. അല്ല, 6% കൺവേർട്ട് ക്രിസ്ത്യാണ്. അത് തന്നെ മനസ്സിലാക്കണം. ആകെയുള്ള 18%-ൽ 1/3 ദളിതുകൾ ക്രിസ്ത്യാനിലേക്ക് മതം മാറിയിരിക്കുക. നൂറ്റാണ്ടായി ഇപ്പോഴും ക്രിസ്ത്യാനിയായിട്ടില്ല, ദളിതുമല്ല, അമ്മാനത്തുമില്ല, ഇല്ലത്തുമില്ല, അതുപോലെ പോയി. അങ്ങനെയുള്ള 10%. അതിൽ ഒരു പക്ഷേ സംഘപരിവാറും കമ്മ്യൂണിസ്റ്റും എത്രയൊക്കെ കോലാഹലം കളിച്ചാലും ഒരു 5% അവർ പകുതി പേരെങ്കിലും ഇന്നും UDF വോട്ട് ചെയ്യും. ബാക്കിയുള്ള പകുതിയിൽ 3% ആർക്ക് കൊടുക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. ബാക്കി 2%-മാണ് BJP കിട്ടാൻ സാധ്യതയുള്ളൂ. ഇവരൊക്കെ എന്തൊക്കെ കൂട്ടുവെച്ചെന്ന് നടത്തിയാലും. അപ്പോൾ അത് ആകെ 10 ക്രിസ്ത്യാനിയോട് 2 ക്രിസ്ത്യാനിയാണ് BJP കിട്ടാൻ സാധ്യതയുള്ളത്. 3 ക്രിസ്ത്യാനിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 5 ക്രിസ്ത്യാനി കോൺഗ്രസ്. ഇതാണ് അവസ്ഥ. മനസ്സിലാക്കണം. ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ലോകം മുഴുവൻ പോകുന്ന. ഞാൻ മരിച്ചാലും കാണും, അത് കണക്കില്ല. ഇനിയുള്ളത് ദളിതുകളാണ്. ദളിതുകൾ 12%. അതിൽ ഏതാണ്ട് 60% LDF അനുകൂല. ബാക്കിയുള്ളതൊക്കെ UDF പോയി, കുറച്ചൊക്കെ BJP കുറച്ചേ പോവുള്ളൂ. പിന്നെ ഒരു പിന്നെ ഈ ധീവരന്മാർ അങ്ങനെയൊക്കെ വിശ്വകർമ്മങ്ങളുടെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ ഒരു 3% ഉണ്ടാവും. അത് വെച്ചാൽ ബാക്കി 37-40 ശതമാനമുണ്ട് ജനസംഖ്യയിൽ. ആ ഒരു ശതമാനം ആണ് കോൺഗ്രസിനെ UDF ഇത്രയും കാലം നിലനിർത്തിക്കൊണ്ടിരുന്നത്. അല്ല, ഈഴവന് വോട്ട് കിട്ടിയല്ല. VD സതീശനൊക്കെ നമ്മുടെ ഇതില്ലേ ആലപ്പുഴ സുധീരനെയൊക്കെ കൊണ്ടുവരുന്ന ശ്രമിക്കുള്ള ആന്റണിയൊക്കെ അവരെ വോട്ട് കിട്ടിയല്ല അവരൊന്നും മന്ത്രിയായതും മുഖ്യമന്ത്രിയായതും. മുസ്ലിം സമുദായത്തിന് N ബ്ലോക്ക് വോട്ട് UDF കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ഉമ്മൻചാണ്ടി, ഈ അന്തോണിയും, ഈ രമേശ് അയല എല്ലാം മുഖ്യമന്ത്രിയായത്. കരുണാകരനൊക്കെ അന്ന് ആരും ഒന്നും പറഞ്ഞില്ല. ഇപ്പം സഭ പറയാണ് ഞങ്ങൾക്ക് ജനസംഖ്യാനുപാത ആനുകൂല്യം വേണമെന്ന് സഭ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടത്. സഭ പറയിപ്പിക്കുകയാണ്. വഖഫ് സ്വത്തിന് വേണ്ടി യാതൊരു ബന്ധമില്ലാത്ത വഖഫ് സ്വത്തിന് വേണ്ടിയിട്ട് സഭ മുസ്ലിങ്ങൾക്കെതിരെ ഘടകവിരുദ്ധമായിട്ട് ഇല്ലാത്ത നുണ പറഞ്ഞ് പ്രവർത്തിക്കുമ്പോഴേ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അറിയണ്ടേ? അപ്പോൾ ഈ വോട്ട് കൊണ്ടാണ് ആരെന്ത് ചെയ്തത്? UDF ഭരിച്ചുകൊണ്ടിരുന്നത്, മുഖ്യമന്ത്രി ആയതൊക്കെ. ഇനി ലീഗിനെ കുറിച്ച് പറയാം. ഈ 40% മുസ്ലിം സമുദായത്തിൽ 1/3 മെമ്പർ മാത്രമാണ് ലീഗ് അനുഭാവികളുള്ളത്. VD സതീശ, സുധാകരൻ മാറാൻ പോണ്, റോജൻ ടോണിയൊക്കെയാണ് വരുന്നത്. ആരും ആകട്ടെ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗായിട്ടുള്ള സഖ്യമാണ് കേരളത്തിൽ കോൺഗ്രസ് ഇങ്ങനെ നശിക്കാനുള്ള കാരണമെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലായിട്ടുണ്ടോ? മുസ്ലിം ലീഗിനുമായിട്ടുള്ള സഖ്യമാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് ഇത്രയും ക്ഷീണം പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
എന്താണ് മലപ്പുറം ജില്ല പ്രധാനപ്പെട്ട ജില്ലയാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അറിയാമല്ലോ. അതിൽ ഒരു കാരണവശാലും മലപ്പുറം ജില്ലയിലെ DCC പ്രസിഡന്റായിട്ട് ജോയിയെ വഹിക്കാൻ മുസ്ലിം ലീഗ് താല്പര്യം എടുത്തു അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മണ്ടന്മാരെ കോൺഗ്രസ് നിങ്ങൾക്കാണ്ട് ക്ഷീണം പറ്റിയത്, അല്ല ലീഗിനില്ല. മനസ്സിലായില്ലേ? ഞാൻ വേറൊരു കാര്യം പറയാം, EMS കാര്യം പറയല്ലോ. പണ്ട് ലീഗിൽ നിൽക്കുന്നവർക്കല്ലാതെ അല്ല കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടാണ്ടായില്ല. ഉണ്ടോ ലീഗ് കൊടുക്കും. അത് ആകെ തെറ്റിച്ച് ഇമ്പിച്ചോയെ മന്ത്രിസ്ഥാനം കൊടുത്ത് EMS ആണ്. അത് EMS കാണിച്ച ബുദ്ധി എന്തറിയോ? അപ്പോൾ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ വിചാരിക്കും ലീഗിൽ നിന്നാൽ മാത്രമേ മന്ത്രിയാകാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ ലീഗിലേക്ക് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി തടയിട്ടതാണ് EMSന്റെ ആ ബുദ്ധി. അതിനുശേഷം പിന്നെ ഒരു ആര്യയുടെ മോഹമ്മനൊക്കെ ഒരാൾ എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചില അനാവശ്യമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്നിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ നിന്നു കൊടുത്തു. അത് എന്തുകൊണ്ടറിയോ? 40% മുസ്ലിങ്ങളുണ്ട്, അത് ലീഗ് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറഞ്ഞാൽ കിട്ടുമെന്ന് വെച്ചിട്ട് ഈ 40% മുസ്ലിങ്ങളെ പണയപ്പെടുത്തി ലീഗ് നേടി ചില കാര്യങ്ങൾ, ചില നേട്ടങ്ങൾ. അത് ഇനി പറ്റൂല. കോൺഗ്രസിൻ്റെ ഇത് മനഃശാസ്ത്രം അറിയാവുന്ന, ഫിലോസഫി അറിയാവുന്ന, രാഷ്ട്രമീമാംസമുള്ള ഏതെങ്കിലും ഒരു ആൾ വിളിച്ച് നിങ്ങൾ ചോദിക്കുക, കോൺഗ്രസിന് കേരളത്തിൻ്റെ ഇത്രയും അധംപതിക്കാൻ കാരണം ലീഗായിട്ടുള്ള സഖ്യമാണ്. അതിൽ നിങ്ങൾ മുസ്ലിം എന്ന് പെരുമാറ്റം പറയാം, കുഴപ്പമില്ല, അതുകൊണ്ട് സഖ്യമാണ്, അത് നിങ്ങൾ മനസ്സിലാവില്ല. എന്തുകൊട്ടെ. അപ്പോൾ അവിടെ മലപ്പുറത്ത് എത്ര കിട്ടുന്നത് കോൺഗ്രസ്സിന്? ഇപ്പോൾ ആര്യയുടെ മോഹമ്മനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അന്ന് ആര്യയുടെ മോഹൻ മരിച്ചുപോയില്ല, ഇപ്പം മകനെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു വിഭാഗം കാലം വരും, ലീഗുകാരും ഒരു വിഭാഗം കാലം വരും. കാരണം എന്താ പറയുക, കോൺഗ്രസിൽ നിന്നൊരു മുസ്ലിം അവിടെ വരരുത്. മലപ്പുറത്ത് വരെ എല്ലാ മുസ്ലിങ്ങളും ലീഗുകാർ നേരിക്കണം. അല്ലെങ്കിൽ മുസ്ലിങ്ങളത്തെ ക്രിസ്ത്യാനി വന്നിട്ട് അവർ ലീഗിന് ഒരു കുഴപ്പമില്ല, ഒരു ദളിത് വന്നിട്ട് ലീഗിന് കുഴപ്പമില്ല. പക്ഷെ മുസ്ലിം ഒന്നും കോൺഗ്രസ് വരരുത്. എന്നാൽ കോൺഗ്രസ് ക്ഷീണമാണ്. ഇത് മനസ്സിലാക്കാൻ 3 ലക്ഷം രൂപ വിലയുള്ള ഷൂസ് ഇട്ട് ഇന്ന് കണ്ടിയാൻ ഫോട്ടോ കണ്ട്, അതൊന്നും പറയണ്ട, ഫോട്ടോൻ്റെ രൂപമൊക്കെ ഉണ്ട്, പോട്ടെ. 3 ലക്ഷം രൂപ ഇട്ട സതീശ, നിങ്ങൾക്ക് എവിടെയോ ബുദ്ധി, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ക്ഷീണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ കോൺഗ്രസ് സഖ്യമാണ്, സോറി ഈ ലീഗായിട്ട് സഖ്യമാണ്. ലീഗ് ഒന്നിൽ പേര് മാറ്റണം, അല്ലെങ്കിൽ ലീഗിൻ്റെ ജനസംഖ്യ 3 അല്ലെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. 3 ജനസംഖ്യ ഉണ്ടെങ്കിൽ ആകെ മുസ്ലിങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യത്തിൽ 1 ഭാഗം ലീഗിന് കൊടുത്തിട്ട് ബാക്കി 2 ഭാഗം നോൺ ലീഗിനാർക്ക് കൊടുക്കണം. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ആകെ പേരിന് ഒരു കാക്കാൻ നിങ്ങൾ MP അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം, അങ്ങനെ നമ്മളെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് നിങ്ങൾ കൊടുക്കണം. മുസ്ലിം ലീഗിന് മെമ്പർഷിപ്പ് എടുക്ക്. 23 ലക്ഷത്തി സംതിങ് മെമ്പർഷിപ്പുള്ളൂ മുസ്ലിം ലീഗിന് മാക്സിമം ഉള്ളത്. അത് എങ്ങനെ മെമ്പർഷിപ്പാണ്? എൻ്റെ പേരിട്ട് ഞാൻ എതിർക്കില്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ചേർത്തേക്കാണ്. ആരിതൊക്കെ എതിർക്കാൻ പോകുന്നത്? അങ്ങനെയാണ് 23 ലക്ഷത്തി സംതിങ് ഉള്ളത്. അതേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 5 ലക്ഷം മെമ്പറുള്ള കേരളത്തിൽ, ആകെ 10 ലക്ഷം മെമ്പറുള്ളൂ. ഇന്നലെ സമ്മേളനം കൂടി പറഞ്ഞല്ലോ, 10 ലക്ഷം മെമ്പറിൽ 5 ലക്ഷം കേരളം. അതാണ് കേരളത്തിന് പ്രാധാന്യം കൊടുത്ത് കേരളം പറയുമ്പോൾ നിൽക്കാനും മുഖ്യമന്ത്രി വീണ്ടും വോട്ട് കൊടുക്കുക. 5 ലക്ഷം ഉള്ളിടത്ത് ലീഗിന് എത്രയുണ്ട്? 23 ലക്ഷമുണ്ട്. ഇതൊക്കെ കണക്കാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ 23 ലക്ഷം ഉണ്ടെങ്കിൽ 1,15 ലക്ഷമുള്ള മുസ്ലിങ്ങളിൽ 23 ലക്ഷം എന്നാൽ 3 വരുള്ളൂ. 3 വരില്ല, അത് 4 വരുള്ളൂ. പിന്നെ കുറച്ച് അനുഭാവികൾ ഇട്ട് നിൽക്കുക, ഇങ്ങോട്ട് 3 കൂട്ടിക്കോ. 3 ആനുകൂല്യം മാത്രമേ അവർക്ക് കൊടുക്കാവുള്ളൂ. ബാക്കി 2 ഭാഗവും കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റ് പ്രസ്ഥാനം നിൽക്കുന്ന മുസ്ലിങ്ങൾക്കും കൊടുക്കണം. അതിനാണ് നിങ്ങൾ പറഞ്ഞത് നോൺ ലീഗ് മുസ്ലിം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞത്.